ഗാർഡൻ ഓഫ് ഈഡൻ. അപ്പോൾ ഏദൻ തോട്ടത്തിലേക്കുള്ള യാത്രയാണ് ഇനി നമ്മൾ അടുത്തത്. അങ്ങനെ നമ്മൾ ഏദൻ തോട്ടത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ആദം ദേ അവിടെ കുറേ മൃഗങ്ങളൊക്കെ ആയിട്ട് സല്ലപിച്ച് അതിനെ നടുക്കിയിരിക്കുന്നുണ്ട്. ചുള്ളനും ചുള്ളത്തിയും ചള്ളനും ഇത് പഞ്ചാര അടിക്കുന്നുണ്ടോ. ആദം അവയാണ് ആ ഇരിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പതിവിലും വിപരീതമായിട്ടുള്ള ഇൻട്രോ ആയിട്ട് നമ്മളിന്ന് എന്താ വന്നേക്കുന്നത്. കാരണം നമ്മളിപ്പോൾ വണ്ടർലസ്റ്റ് കപ്പിളിൻ്റെ ഇന്നത്തെ ഈ യാത്രയ്ക്ക് നമ്മൾ വന്നിരിക്കുന്നത് US കെൻറ്റുക്കി എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ പ്രശസ്തമായ ദ ക്രിയേഷൻ മ്യൂസിയം കാണാനായിട്ടാണ്. ബൈബിളിലെ ആ ക്രിയേഷൻ്റെ ആ ഒരു ഹിസ്റ്ററി എക്സ്പ്ലോർ ചെയ്യുന്ന വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ മ്യൂസിയമാണ്. Let's go. This is our home, the only planet in the universe known to support life. In fact, it is perfectly suited for life and full of such wonder and beauty. Evolutionists interpret the physical similarities between apes and humans as evidence that we evolved on the same branch of the evolutionary tree. More recognizable than in the fields of biology and anthropology. Evolutionists believe that life arose from non-living matter. ഈ ഒരു മ്യൂസിയത്തിൽ ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസ് അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന രാജാക്കന്മാരുടെ എന്താ പറയുക വാള്, അതേപോലെ അവരുടെ ഹെൽമെറ്റ്, അങ്ങനെ ഒരുപാട്, അതേപോലെ മൃഗങ്ങളുടെ സ്കെലിറ്റൻ, ഒരുപാട് ആർക്കിയോളജിക്കൽ, ശരിക്കും എന്താ പറയുക പ്യുവർലി ഒരു സയൻസും വിത്ത് എവിഡൻസ് അങ്ങനെ എല്ലാം കൂടെ ബേസ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത് കയറി കാണാൻ പോകുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, അതായത് ഗാർഡൻ ഓഫ് ഈഡൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏദൻ തോട്ടത്തിനകത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ആദം ദേ അവിടെ കുറേ മൃഗങ്ങളൊക്കെ ആയിട്ട് സല്ലപിച്ച് അതിനെ നടുക്കിയിരിക്കുന്നുണ്ട്. Out of the land, and they were both naked, the man and his wife, and were not ashamed. എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ ഒരു സ്കെലിറ്റൻ 1889 US കൊളറാഡ എന്ന് പറയുന്ന സംസ്ഥാനത്തു നിന്നും ആർക്കിയോളജിസ്റ്റ് ഫൗണ്ട് ചെയ്തൊരു സ്കെലിറ്റനാണ്. ഇത് ഡൈനോസറിന് തന്നെ വേറൊരു വിഭാഗത്തിൽ പെട്ടതാണ്. 3 ഹോൺ ഫേസ്ഡ് അനിമൽ എന്നാണ് ഇതിനെ അവർ വിളിച്ചിരുന്നത്.
4000 മുതൽ 10000 കിലോഗ്രാം വരെ ഇതിന് തൂക്കം വരും. ഇതൊക്കെ BC കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന അനിമൽസ് ആണെന്നാണ് ആർക്കിയോളജിസ്റ്റിൻ്റെ കണ്ടെത്തൽ. ഈ കാണുന്നത് ഫോസിലൈസ്ഡ് ക്ലച്ച് ഓഫ് സിഗ്നോസർ ഡൈനോസർ എഗ്സ്. ദിനോസറിൻ്റെ മുട്ടകളാണ് ഈ കാണുന്നത്. ഇവിടെ ഇതേപോലെ ഒരുപാട് ഈ വണ്ടുകൾ, തുമ്പികൾ, കുളവി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക അതിന് ഡ്രൈ ആക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അറ്റത്ത് കാണുന്ന ഈ സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ പറയുക കരിവണ്ട, വണ്ട്, ആ ഒരു സാധനം അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാനും എൻ്റെ ചേട്ടനും ചെറുപ്പത്തിൽ ഇതേപോലത്തെ സാധനം പ്രത്യേകിച്ച് മഴക്കാലത്ത് വീടിനടുത്തേക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനത്തിന് പിടിച്ചിട്ട് നമ്മുടെ ചേട്ടച്ചാരുടെ ഐഡിയ ആണ് ചെറിയ മെഴുകുതിരിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അച്ഛൻ അത് കത്തിച്ച് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ട് റോഡിലേക്ക് ഇറക്കി വിടും. ശരിക്കും നടന്നു വരുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഒരു തീ ഇങ്ങനെ മൂവ് ചെയ്ത് പോകണമാണ്. അവരത് കാണുമ്പോൾ പേടിക്കും. ഈ സാധനം കാണുമ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരു ഗംഭീര ടൂറിങ് തന്നെയായിരുന്നു ആ മ്യൂസിയത്തിനകത്ത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ദ വണ്ടർലസ് കപ്പിളിൻ്റെ ജേർണി തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ സ്ഥലങ്ങളായി, പുതിയ കാഴ്ചകളായി, പുതിയ അറിവുകളായി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലസ് കപ്പിൾ. See you next time.